നമസ്കാരം. അടിവസ്ത്രങ്ങളും സാമ്പത്തിക വളർച്ചയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? രാജ്യങ്ങളുടെ സാമ്പത്തികാവസ്ഥ അളക്കാനുള്ള മാപിനികൾ എന്തൊക്കെയാണ്? മൊത്തം ആഭ്യന്തര ഉൽപാദനം, പ്രതിശീർഷ വരുമാനം, ജനങ്ങളുടെ സന്തുഷ്ടി, മാനവ വികസന സൂചിക, തൊഴിലില്ലായ്മ നിരക്ക്, അങ്ങനെ പലതും മനസ്സിലേക്ക് വരുന്നുണ്ടാവും. ഇതൊന്നുമല്ലാതെ പരമ്പരാഗതമായതും ഏറെ കൗതുകം ജനിപ്പിക്കുന്നതുമായ ചില കാര്യങ്ങളും സാമ്പത്തിക സൂചകങ്ങളാകുന്നുണ്ട്. ഏറെ സങ്കീർണമായ സൂചകങ്ങളും ഉപഭോക്തൃ മനഃശാസ്ത്രവും സമൂഹത്തിലെ ട്രെൻഡുകളും തമ്മിലുള്ള ബന്ധം വളരെ ലളിതമാക്കുകയാണിവ. വിചിത്രവും ക്രിയാത്മകവുമായ അത്തരം ചില സാമ്പത്തിക സൂചകങ്ങളിലേക്ക്. ഇവയിൽ ഒന്നാമത്തേത് ബിഗ് മാക് സൂചികയാണ്. മാക്ഡൊണാൾഡ്സിന്റെ ബിഗ് മാക് ഹാംബർഗർ വിലയും വിവിധ രാജ്യങ്ങളിലെ കറൻസി വിലയും വിശകലനം ചെയ്യുന്ന ഒരു സൂചകമാണിത്. വാങ്ങൽ ശേഷി അളക്കുന്ന ഈ സൂചിക 1986 ഇക്കണോമിസ്റ്റ് മാഗസിന്റെ സൃഷ്ടിയാണ്. ബിഗ് മാക് ഹാംബർഗറിന്റെ വില ഓരോ പ്രദേശത്തും ഒരു പൊതു കറൻസിയിലേക്ക് മാറ്റി ആ കറൻസിയുടെ കരുത്ത് കണ്ടുപിടിക്കുന്ന രീതിയാണിത്. രണ്ടാമത്തേത് മെൻസ് അണ്ടർവെയർ ഇൻഡെക്സ് ആണ്. നയാ പൈസയില്ല, കയ്യിൽ നയാ പൈസയില്ല എന്ന് പറയുന്നതിന് പകരം തുളയുള്ള അടിവസ്ത്രങ്ങൾ കാട്ടിത്തന്ന പല സിനിമകളും നമുക്കറിയാം. സരസമായ ഈ സൂചിക ഉപഭോക്തൃ ആത്മവിശ്വാസത്തിന്റെ കൂടെ സൂചികയായി കണക്കാക്കപ്പെടുന്നു. കാശില്ലാ കാലത്ത് പുരുഷന്മാരുടെ അടിവസ്ത്രങ്ങളുടെ വിൽപ്പന കുറയുമെന്നാണ് ഈ തിയറി പറയുന്നത്. കയ്യിൽ കാശില്ലാതെ വരുമ്പോൾ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിലേക്ക് ആളുകൾ തിരിയുമെന്നാണ് തിയറി പറയുന്നത്. അതിന് അടിവസ്ത്രം ആവശ്യമല്ലേ എന്നൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ട്. ചത്താലും ചമഞ്ഞു കിടക്കണമെന്ന് ശഠിക്കുന്ന മനുഷ്യന്മാർ നാട്ടുകാർ കാണാത്ത വസ്ത്രമൊക്കെ പഴയത് മതിയെന്നങ്ങ് വെക്കും. അത്രയുള്ളൂ. കയ്യിൽ കാശുള്ള സമയത്ത് ഇതിന് കാര്യമായി ചെലവ് ചെയ്യാനും ആളുകൾ തയ്യാറാകുമത്രേ. ഈ പരമ്പരാഗത സാമ്പത്തിക സൂചകത്തിൽ വിശ്വാസമർപ്പിച്ചവരിൽ മുൻ US ഫെഡ് ചെയർമാൻ അലൻ ഗ്രീൻസ്പാൻ വരെയുണ്ട്. മൂന്നാമത്തേത് സ്റ്റാർബക്സ് സൂചകമാണ്. സ്റ്റാർബക്സിന്റെ ടോൾ ലാറ്റെ കോഫിയുടെ ഉപഭോഗവും ജീവിത നിലവാരവും തമ്മിൽ ബന്ധമുണ്ടത്രേ. ഒരു പ്രദേശത്ത് ലാറ്റയുടെ വില അങ്ങ് കൂടുകയാണെങ്കിൽ അവിടെ മെച്ചപ്പെട്ട ജീവിത നിലവാരവും വാങ്ങൽ ശേഷിയും ഉണ്ടെന്നാണ് ഈ തിയറിയുടെ പ്രയോക്താക്കൾ പറയുന്നത്. 16 രാജ്യങ്ങളിലെ ലാറ്റയുടെ വില US ഡോളറിലേക്ക് മാറ്റിയാണ് നിഗമനങ്ങളിലെത്തിയിരുന്നത്. 2004 ഈ സൂചകം പ്രചാരത്തിലാക്കിയതും ദ ഇക്കണോമിസ്റ്റ് ആണ്. 4. ഹെംലൈൻ സൂചിക. പാവാടകളുടെ നീളവും സാമ്പത്തിക വളർച്ചയും തമ്മിൽ എന്താ ബന്ധം? അങ്ങനെ ഒരു ബന്ധമുണ്ടത്രേ. സാമ്പത്തികാവസ്ഥയ്ക്കനുസരിച്ച് സ്കേർട്ടിന്റെ നീളം കൂടുകയും കുറയുകയും ചെയ്യുമെന്നാണ് തിയറി. കയ്യിൽ അങ്ങനെ കാശൊക്കെ വന്ന് ആറാടി നിൽക്കുമ്പോൾ സ്ത്രീകൾ നീളം കുറഞ്ഞ പാവാടകളിലേക്ക് അഥവാ ഷോർട്ട് സ്കേർട്ടുകളിലേക്ക് മാറും. അതെങ്ങനെ? കാശില്ലെങ്കിലല്ലേ കുറച്ചു തുണി വേണ്ട പാവാടകളിലേക്ക് പോകൂ എന്നൊരു ചോദ്യം വരുന്നില്ലേ? എന്നാൽ അങ്ങനെയല്ല. കാശ് കൂടുമ്പോൾ ആത്മവിശ്വാസവും ഫാഷൻ സെൻസും ഒക്കെ സ്ത്രീകൾക്കിടയിൽ കൂടുമത്രേ. അപ്പോൾ ലേഡീസ് നൈസായിട്ട് ഷോർട്ടർ ഹെംലൈനുള്ള സ്കേർട്ടുകളിലേക്ക് മാറും. നീളമുള്ള പാവാടകൾ സാമ്പത്തിക മാന്ദ്യത്തിന്റെ പ്രതീകങ്ങളായാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. അഞ്ചാമത്തേത് ലിപ്സ്റ്റിക് സൂചികയാണ്. പഞ്ഞകാലത്ത് ലിപ്സ്റ്റിക് ഉപയോഗം കൂടുന്നെന്നാണ് ഈ തത്വം പറയുന്നത്. കയ്യിൽ കാശില്ലാതാകുമ്പോൾ വലിയ ആഡംബരങ്ങൾ ഒഴിവാക്കുമെങ്കിലും മനസ്സിന്റെ ഒരു ആശ്വാസത്തിന് ശമനമായി കുഞ്ഞു കുഞ്ഞു ആഡംബരങ്ങൾ സ്വയം അനുവദിക്കാൻ സ്ത്രീകൾ തയ്യാറാകും. അത്തരത്തിലാണ് മാന്ദ്യകാലത്ത് താരതമ്യേന വില കുറഞ്ഞ ആഡംബരമായ ലിപ്സ്റ്റിക്കുകളുടെ വിൽപ്പന കൂടുന്നത്. കണക്കുകളുടെ പിൻബലവും ഈ വാദത്തിനുണ്ട്. എസ്റ്റീ ലോഡർ സൗന്ദര്യവർദ്ധക കമ്പനിയുടെ ചെയർമാനായിരുന്ന ലിയോണാർഡ് ലോഡർ ആണ് ഈ സൂചകത്തിന് പിന്നിൽ. 2000 മാന്ദ്യകാലത്തെ കമ്പനിയുടെ വിൽപ്പനയുടെ കണക്ക് നിരത്തിയാണ് ലിയോണാർഡ് ലോഡർ ഈ സൂചികയിലേക്ക് നയിച്ചത്. സാമ്പത്തിക ശാസ്ത്രം പോലെ മനുഷ്യ മനഃശാസ്ത്രത്തോട് അടുത്ത് നിൽക്കുന്ന മറ്റൊരു ശാസ്ത്രശാഖയുണ്ടോ എന്ന് സംശയമാണ്. ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാൻ കഴിയുന്നതും ഏറെ കൗതുകമുള്ളതുമാണ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ. മാത്രവുമല്ല, നമ്മുടെ ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്താനും താഴേക്ക് കൊണ്ടുപോകാനും ഒക്കെ പേഴ്സണൽ ഫൈനാൻസ് അടക്കമുള്ള സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾക്ക് കഴിയും. ഇതൊക്കെ കേട്ടിട്ട് സ്വന്തമായൊരു തിയറി ഉണ്ടാക്കാൻ തോന്നുന്നുണ്ടോ? മടിച്ചു നിൽക്കണ്ട.